നിങ്ങളെ ഇഷ്ടമല്ലാത്തവർക്ക് നിങ്ങളോട് ഇഷ്ടം വരാൻ കുറച്ച് സൈക്കോളജി ട്രിക്സ് പഠിപ്പിച്ചു തരട്ടെ. സോ പാർട്ട് 2 ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സൈക്കോളജി ട്രിക്സ് ഉപയോഗിച്ച് ആൾക്കാർക്ക് നിങ്ങളോട് കണക്ട് ആവാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമല്ലാത്തവർക്ക് പോലും നിങ്ങളോട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യാനുള്ള ട്രിക്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഈ പറഞ്ഞു തരുന്നത് ഒന്നും നിങ്ങൾ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരുന്നതല്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് സോഷ്യൽ സ്കിൽസ് കുറവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് കുറവാണ്, അപ്പോൾ നിങ്ങൾക്ക് ആൾക്കാരോട് കണക്ട് ആവാൻ വേണ്ടി ഈ ട്രിക്സ് എന്തായാലും ഉപയോഗിക്കുന്നതാണ്. പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് പോയി കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന കുറച്ച് പുതിയ ട്രിക്സ് ആണ്. സോ അതിൽ ആദ്യത്തേതാണ് മിറർ ദം. പുതിയതായിട്ട് നിങ്ങൾ ഒരാളെ കാണുന്ന സമയത്ത് പല ആൾക്കാർക്കും എങ്ങനെ അവരോട് കണക്ട് ആവാം എന്നറിയില്ല. പല ആൾക്കാരും എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല. ചില സമയത്തൊക്കെ എന്ത് പറയണമെന്ന് പോലും അറിയാതെ ചിലപ്പോൾ നമ്മൾ ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. പിന്നെ നമ്മൾ ഓർക്കും, അയ്യോ ഞാനതിപ്പോൾ പറഞ്ഞ് അബദ്ധമായി പോയല്ലോ എന്നൊക്കെ തോന്നുന്നു ഒരുപാട് ആൾക്കാരുണ്ട്. സോ പുതിയതായിട്ട് നിങ്ങൾ ഒരാളെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഓടി മാറാനൊന്നും ശ്രമിക്കണ്ട. നേരെ മറിച്ച് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. അവരെന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷൻസ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. സോ മനസ്സിലാക്കുക, ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും നിങ്ങളോട് ഇഷ്ടം വരാൻ ഈ ട്രിക്ക് എന്തായാലും വർക്ക് ആവുന്നതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, കോപ്പി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതേപടി കോപ്പി ചെയ്യുക എന്നുള്ളതല്ല. അതായത് ഒരാൾ പറയുമ്പോൾ അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇറിറ്റേഷൻ വരും, പിന്നീട് അത് വലിയ പ്രശ്നമായി മാറും. ഇവിടെ കോപ്പി ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ വളരെ ചെറിയ കാര്യങ്ങൾ കോപ്പി ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഇതെന്തായാലും മനസ്സിലാക്കണം. അല്ലാതെ അവർക്ക് ഫേക്ക് ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് വളരെ പ്രശ്നം ഉണ്ടാക്കും. അതായത് അവർ ചെയ്യുന്ന അതേപടി നിങ്ങൾ ചെയ്ത് അത് ഭയങ്കര ഫേക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവരായിട്ട് കണക്ട് ആവാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ആദ്യം എന്താണ് കോപ്പി ചെയ്യേണ്ടത്? ആദ്യം കോപ്പി ചെയ്യേണ്ടത് അവരുടെ പോസ്ചറാണ്. അതായത് അവരെങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക. അവർ ചാരിയായിരിക്കുന്നെങ്കിൽ നിങ്ങളും ഏകദേശം അതുപോലെ തന്നെ, അല്ലെങ്കിൽ അവർ നിങ്ങൾ അടുത്തോട്ട് വന്നിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചെറുതായിട്ടൊന്ന് ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അവർ എഴുന്നേറ്റ് നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ജസ്റ്റർ കോപ്പി ചെയ്യുക. ഫോർ എക്സാമ്പിൾ, അവർ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവർ കൈ എടുത്താണ് സംസാരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും പതിക്കെ, അതായത് ഫേക്ക് ആയിട്ട് തോന്നാൻ പാടില്ല. നിങ്ങളും ചെറുതായിട്ട് അതേ രീതിയിൽ തന്നെ സംസാരിക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ പോലും അറിയാതെ അവർക്കൊരു സിഗ്നൽ പോകുന്നുണ്ട്, ഇയാളും എൻ്റെ വൈബ് തന്നെയാണല്ലോ, ഇയാളും ആക്ച്വലി എന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ചിന്ത വരുമ്പോൾ അവർ പെട്ടെന്ന് നിങ്ങളായിട്ട് കണക്ട് ആവും. ജസ്റ്ററും പോസ്റ്ററും മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് സ്പീച്ച് മിററിങ്. അതായത് അവർ സംസാരിക്കുന്ന അതേ ടോണിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അവർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുറച്ച് സ്പീഡ് കൂട്ടുക. അവർ ഭയങ്കര സ്ലോ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ടോണിലാണ് സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൗണ്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കാൻ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ആവാൻ പറ്റും. അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ചില ആൾക്കാർ ചില വേർഡ്സ് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യും. അത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ചില വേർഡ്സ് ലൈക്ക് ഐ സി, എക്സാക്ട്ലി, ഓ അങ്ങനെയാണോ, അതാണോ. ചില ആൾക്കാർ ചില വേർഡ്സ് പിന്നെയും റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനത്തെ വേർഡ്സുകളാകാം, അല്ലെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ചില വേർഡ്സ് ഉണ്ടാകും. ഇപ്പൊ നിങ്ങൾ ഒരാളുടെ കൂടെ കുറച്ച് നാൾ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടേതായ ചില വേർഡ്സുകൾ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്ന ചില വാക്കുകളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ, അത് നിങ്ങളുടെ അവരുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അൺകോൺഷ്യസ്ലി അവർക്ക് നിങ്ങളോടൊരു കണക്ഷൻ വരും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ഫേക്ക് ആണെന്ന് തോന്നിപ്പിക്കരുത്. ഫേക്ക് ആയിട്ട് നിങ്ങൾ പിന്നെയും അത് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടത്തിന് പകരം ഇഷ്ടക്കുറവേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ജസ്റ്ററിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഇപ്പോൾ അവര് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ കോഫി കുടിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അതേ ടൈമിൽ നിങ്ങളും എടുത്ത് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ കോഫി കുടിക്കുക എന്നുള്ളത് ചെയ്യുക. ഇനി അതല്ല, അവർ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് തല ആട്ടുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങളും പതുക്കെ തല ആട്ടി സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇങ്ങനെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മിറർ ചെയ്യുകയാണെങ്കിൽ ഒട്ടും ഫേക്ക് അല്ലാതെ ഇരിക്കണം എന്ന് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. അവർക്ക് നിങ്ങൾ അഭിനയിക്കുകയാണ്, ഫേക്ക് ആയിട്ട് തോന്നാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവരായിട്ട് കണക്ട് ആകാൻ പറ്റും. ബിക്കോസ് അവരുടെ ബ്രെയിനിൽ ഒരു സിഗ്നൽ പോകും, ഇയാളും ഞാനും ഒരേ വൈബാണല്ലോ, ഇയാൾക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്നുള്ള ഫീൽ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് നിങ്ങളായിട്ട് കണക്ട് ആവും. സോ ട്രൈ ഇറ്റ് ഔട്ട്. അടുത്ത ഒരു അടിപൊളി കാര്യം പറയട്ടെ, അതാണ് ജെന്യുവിൻ കോംപ്ലിമെന്റ്. ജെന്യുവിൻ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഹായ്, യു ആർ സ്മാർട്ട്, യു ആർ നൈസ്, യു ആർ ദിസ്, യു ആർ ദാറ്റ് അങ്ങനെ പറയുക എന്നുള്ളതല്ല. അത് നിങ്ങളെ കണക്ട് ആക്കാൻ ഒരിക്കലും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഇമോഷണൽ ലെവൽ ആയിട്ടുള്ള കോംപ്ലിമെന്റ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നല്ലോണം സംസാരിക്കാൻ കഴിവുള്ള ഒരാളോട് മേ ബി ചില ആൾക്കാർ പറയും യു ആർ എ ഗ്രേറ്റ് സ്പീക്കർ, അല്ലെങ്കിൽ നിങ്ങളെല്ലാം നല്ലോണം സംസാരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ജസ്റ്റ് പറഞ്ഞ് തീർക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദ വേ യു സ്പീക്ക് ഈസ് സോ അമേസിങ്,
അത് ശരിക്കും കേട്ടിരിക്കാൻ തോന്നും. നിങ്ങൾ ആ പറയുന്ന ടോണും പറയുന്ന രീതിയൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ്. ഒരു നല്ല കഥ കേൾക്കുന്ന ഫീൽ ഉണ്ട്, ഒട്ടും ബോറടിക്കുന്നില്ല. ഇങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ അവർ ശ്രദ്ധിക്കും. ജസ്റ്റ് ഡോണ്ട് സേ യു ആർ എ ഗ്രേറ്റ് സ്പീക്കർ, യു ആർ വെരി സ്മാർട്ട്, അങ്ങനെ പറയാതെ. അല്ലെങ്കിൽ യു ഓൾവേസ് ഡ്രസ് വെൽ. അതിനേക്കാൾ നല്ലത് നീ ഇടുന്ന ഔട്ട്ഫിറ്റ്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ, നിന്റെ ട്രെൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നീ ഇതെല്ലാം തന്നെ സെലക്ട് ചെയ്യുന്നതാണോ. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോംപ്ലിമെന്റ് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം നീ എപ്പോഴും ഹാപ്പി ആണല്ലോ, ഇതിന്റെ രഹസ്യം എന്താണ്? അത് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നരുത്, എപ്പോഴും ഓർക്കുക. അതുപോലെ തന്നെ മേ ബി ലൈക്ക് ഈവൻ സോഷ്യൽ മീഡിയ വഴി തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പല ആൾക്കാരുടെ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പറയാം നിന്റെ സ്റ്റോറിയൊക്കെ കാണാൻ നല്ല രസമാണ്, നിന്റെ സ്റ്റാറ്റസ് ഒക്കെ കാണാൻ നല്ല രസമാണ്, അതെപ്പോഴും ഒരു പ്രത്യേക തരം ഒരു ഓർഡറിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം കഥ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഐ ഫീൽ ഹാപ്പി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആക്ച്വലി എപ്പോഴും ശ്രദ്ധിക്കുക, പറയുന്ന കാര്യം പോസിറ്റീവായ ഒരു കാര്യമാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു അറ്റാച്ച്മെന്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നിങ്ങൾ അവരെ പറ്റിയാണ് പറയുന്നത്, ആൻഡ് നിങ്ങൾ അവരെ പറ്റി നല്ലതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരെ ഒരു പോസിറ്റീവ് വേയിൽ കാണാൻ പറ്റും. ആര് കാരണം? നിങ്ങൾ കാരണം. ഈ പോയിന്റ് ശ്രദ്ധിക്കുക, നിങ്ങൾ കാരണം അവർക്ക് അവരെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അവർക്ക് നിങ്ങളോട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യും, നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നും. അപ്പോൾ അവർ ഉറപ്പായിട്ട് നിങ്ങളായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യും. മനസ്സിലായ കാര്യം? സോ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ചെറിയൊരു കോംപ്ലിമെന്റ് അടിപൊളിയായിട്ടുണ്ട്, നൈസ് ആയിട്ടുണ്ട്, അങ്ങനെ പറയാതെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അവർക്ക് അവരെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കോംപ്ലിമെന്റ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ, അതായത് കുറച്ചുകൂടി ഇമോഷണൽ ലെവലായിട്ടുള്ള കോംപ്ലിമെന്റ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് നിങ്ങളായിട്ട് പെട്ടെന്ന് കണക്ട് ആവാൻ തോന്നും, നിങ്ങളോട് സംസാരിക്കാൻ തോന്നും. സോ നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് നേരത്തെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമന്റ് ചെയ്യാം, ബാക്കിയുള്ളവർ കൂടി വായിക്കട്ടെ, അവരോട് മനസ്സിലാക്കട്ടെ. ഇനി ആവർത്തിച്ച് ഒരു കാര്യം പറയാണ്, ഡോണ്ട് ഓവർ ഡു ഇറ്റ് ആൻഡ് ഡോണ്ട് മേക്ക് ഇറ്റ് സൗണ്ട് ഫേക്ക്. നിങ്ങൾ കൊടുക്കുന്ന കോംപ്ലിമെന്റ് ആണെങ്കിലും അത് ഒരുപാടായി കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുപോലെ തന്നെ ജസ്റ്റ് കോംപ്ലിമെന്റ് ആയിട്ട് തോന്നണം, ആക്കി പറഞ്ഞതുപോലെ തോന്നരുത്. ആക്കി പറഞ്ഞ പോലെ തോന്നിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സോ മേക്ക് ഇറ്റ് ഓൾവേസ് റിയൽ, നോട്ട് ഫേക്ക്. അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ആൻഡ് ദിസ് വർക്ക്സ്. ഓക്കെ, നിങ്ങളെ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കാൻ, നിങ്ങളെ ആൾക്കാർ ജഡ്ജ് ചെയ്യാതിരിക്കാൻ, നിങ്ങളോട് ആൾക്കാർക്ക് ഇഷ്ടം വരാൻ, അല്ലെങ്കിൽ നിങ്ങളോട് ആൾക്കാർക്ക് ഈവൻ ട്രസ്റ്റ് വരാനൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങളോട് ആൾക്കാർ സമയം ചെലവഴിക്കാൻ, നിങ്ങളോട് ആൾക്കാർ സംസാരിക്കാൻ, ഇതിനൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി ഇത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ലേബലിംഗ് തിയറി എന്ന് പറയുന്നത്. ഇത് അടിപൊളി സംഭവമാണ്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, ആൻഡ് ഒരുപാട് ആൾക്കാരായിട്ട് കണക്ട് ആകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആൾക്കാർ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരാൻ നിങ്ങൾക്ക് ആക്ച്വലി ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, മറക്കരുത്, ഇതൊരു മാനിപ്പുലേഷൻ അല്ല, ഇത് ദുരുപയോഗം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മളെല്ലാം പറഞ്ഞു വരുന്നത് പോസിറ്റീവായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ്. സോ അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വെക്കണം. ഈ ലേബലിംഗ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരെ എങ്ങനെയാണോ ലേബിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണോ ലേബിൾ ചെയ്യുന്നത് അതനുസരിച്ച് അവരാകാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിന്റെ അടുത്ത് സേഫ് ആണെന്ന് എനിക്കറിയാം, നീ വേറെ ആരോടും പറയില്ലെന്നും നീ എന്നെ ജഡ്ജ് ചെയ്യില്ലെന്നും എനിക്കറിയാം. നിങ്ങൾ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ ആൾക്കാരോട് പറയാൻ പോലും തോന്നില്ല, അവർ നിങ്ങളെ ജഡ്ജ് ചെയ്യാതെ കേൾക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, യു ആർ ഡിഫറെൻറ്റ്, നീ ബാക്കിയുള്ള ആൾക്കാരെ പോലെയല്ല, എനിക്കൊരു വിഷമം വരുമ്പോഴേക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അപ്പോൾ തന്നെ ഫോൺ എടുക്കും, അല്ലെങ്കിൽ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ ഫോൺ കട്ട് ചെയ്യാറില്ല, നീ എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് തിരക്കാണെന്നെങ്കിലും പറയും. ഇങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ അവരൊരിക്കലും നിങ്ങളുടെ ഫോൺ കട്ട് ചെയ്യില്ല. നേരെ മറിച്ച് നിങ്ങൾ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നതെങ്കിലോ, ഞാൻ നിന്നെ ഫോൺ എപ്പോൾ വിളിച്ചാലും നീ ഫോൺ എടുക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ ഫോൺ എടുക്കില്ല. പക്ഷെ നേരെ തിരിച്ചു പറയുകയാണെന്ന് വിചാരിക്കും, എനിക്കറിയാം നീ എത്ര തിരക്കാണെങ്കിലും നീ അറ്റ്ലീസ്റ്റ് ഫോൺ എടുത്തിട്ടെങ്കിലും പറയും നീ തിരക്കാണെന്ന്. അതെന്തായാലും നല്ല കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവർ ആക്ച്വലി അത് ചെയ്യും. അതിന് കാരണം അവരുടെ ബ്രെയിൻ സബ് കോൺഷ്യസ്ലി അവർ പോലും അറിയാതെ നമ്മൾ ലേബിൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ഞാനൊരു കാര്യം പറയാണ്, പോസിറ്റീവ് ലേബിൾസ് ഓൺലി. നിങ്ങൾ നെഗറ്റീവായിട്ട് അവരെ ലേബിൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതും അതുപോലെ തന്നെ സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ എന്ത് പറഞ്ഞാലും നീ എടുത്ത് ചാടിക്കൊണ്ടിരിക്കും, ആൻഡ് നിങ്ങളിത് ലേബിൾ ചെയ്തുകൊണ്ടിരിക്കും, അതുപോലെ തന്നെ അവർ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ലേബിൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി അത് നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആക്കുന്ന രീതിയിലേക്ക് ആക്കിയെടുത്ത് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ഈസിയാവും. അതുപോലെ തന്നെ അവർ നിങ്ങളായിട്ട് കണക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക, അതെല്ലാം പോസിറ്റീവായ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് നെഗറ്റീവായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പാളിപ്പോവാം. സോ അത് വർക്ക് ആവാതെ ആകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ഞാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യത്തേതാണ് മിറർ ദം. അതായത് ഒരാൾ നിങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നു, അവർ സംസാരിക്കുന്ന രീതി, അവർ സംസാരിക്കുന്നതിൻ്റെ ടോൺ ആകാം, അവർ റിപ്പീറ്റഡ് ആയിട്ട് യൂസ്
ചെയ്യുന്ന വാക്കുകളാകാം. അവർ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക, അവർ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടി ഇരുന്ന് സംസാരിക്കുക. ഇങ്ങനെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ പോലും അറിയാതെ ഫേക്ക് അല്ലാതെ കോപ്പി ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തത് ജെന്യുവിൻ കോംപ്ലിമെന്റ്. ഒട്ടും ഫേക്ക് അല്ലാതെ എന്നാൽ ജസ്റ്റ് ഒറ്റ വാക്കി തീർക്കാതെ കുറച്ച് ഇമോഷണൽ ലെവൽ കണക്ട് ചെയ്തിട്ടുള്ള കോംപ്ലിമെന്റ്സ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർ നിങ്ങൾ പെട്ടെന്ന് കണക്ട് ആവും. മൂന്നാമത്തെ ഞാൻ പറഞ്ഞു, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതാണ് ലേബലിംഗ് തിയറി എന്ന് പറയുന്നത്. നിങ്ങൾ ആൾക്കാർ നിങ്ങളോട് എങ്ങനെ പെരുമാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ നിങ്ങൾ അവരെ ലേബിൾ ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ അവർ ആ ലേബിളിനനുസരിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ അവർ ആ രീതിയിൽ നിങ്ങളോട് പെരുമാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതെല്ലാം പോസിറ്റീവായ വെളിച്ചത്തിൽ മാത്രം. സോ ഇതിവിടെ തീരുന്നില്ല, ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. വരുന്ന വീഡിയോസ് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യാണ്, ആർക്കെങ്കിലും കൗൺസിലിങ്ങോ അല്ലെങ്കിൽ തെറപ്പിയോ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഞാൻ അതനുസരിച്ച് നിങ്ങളുടെ അടുത്ത് കോൺടാക്ട് ചെയ്തോളാം. കാരണം ഒരുപാട് മെസ്സേജുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയും മെയിലൂടെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനുള്ള പാടുകൊണ്ടാണ് എനിക്ക് എല്ലാവരോടും അങ്ങനെ സംസാരിക്കാൻ എനിക്ക് സത്യം പറഞ്ഞിട്ടും ടൈമില്ല. കാരണം മെസ്സേജുകൾ ഒരുപാട് ലെങ്തിയാണ്. സോ അതെല്ലാം വായിക്കാനുള്ള സമയം എനിക്ക് സാധാരണ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെഷൻസ് ആയിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ടൈം ഫിക്സ് ചെയ്ത് 1 hour 1.5 hours വരെ നമുക്ക് ആക്ച്വലി ഒരു സെഷൻ പോലെ തന്നെ സംസാരിക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് സെഷൻസ് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. ഞാൻ എന്തായാലും നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.